സംരംഭം ആരംഭിക്കുക, അത് വിജയിക്കുക, തുടർന്നും അത് മുന്നോട്ട് കൊണ്ടുപോവുക, ഇതൊന്നും ചില്ലറ കാര്യമല്ല. ഇത്തരത്തിൽ ക്രാഫ്റ്റിൻ്റെ സാധ്യതകൾ പര്യവേഷണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ആദരാരാധൻ. നമസ്കാരം ആദര. നമസ്കാരം. ആദര ഒരു അധ്യാപികയായിരുന്നു, അവിടെ നിന്നാണ് ഒരു സംരംഭകയായി മാറിയത്. എങ്ങനെയായിരുന്നു ഈ ജേണി? എപ്പോഴായിരുന്നു തുടങ്ങിയത്? ഞാനിത് 2016 ഞാൻ BEdന് ജോയിൻ ചെയ്യുന്നത്. 2018 അപ്പം ആ സമയത്താണ് ഇങ്ങനെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എന്താ പറയണ്ടേ, ആദ്യമേ വിചാരിച്ച ഒരു റൂട്ടിലേക്ക് കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. BA ഇംഗ്ലീഷ് എടുക്കുന്നു, MA ഇംഗ്ലീഷ് എടുക്കുന്നു, BEd ചെയ്യുന്നു, ടീച്ചർ ആവുന്നു, അത്ര മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷെ BEd ചെയ്യുന്ന സമയത്ത് എൻ്റെ അനിയത്തിയുണ്ട്, ആരതി എന്നാളുടെ പേര്. അവൾക്ക് വേണ്ടി, അവളുടെ കോളേജിലേക്ക് വേണ്ടി ഒരു പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യത്തിനായിട്ട് കുറച്ച് വർക്കൊക്കെ ചെയ്യേണ്ടി വന്നു, ഈ ക്രാഫ്റ്റ് വർക്ക് പോലെ. അപ്പം അത് ചെയ്തതിന്റെ ബാക്കി വന്ന പേപ്പേഴ്സിൽ അപ്പൊ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ പൂവും പുല്ലും കായൊക്കെ വരച്ച് കുഞ്ഞു കുഞ്ഞി നീളത്തിലുള്ള സ്ട്രൈപ്സ് പേപ്പർ ആയിരുന്നു ബാക്കിയായി. അപ്പൊ അതിലായിരുന്നു വരച്ചത്. അതന്ന് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാരും ഇങ്ങനെ ചോദിച്ചു, ഇത് കൊള്ളാലോ, ഇത് ബുക്ക് മാർക്ക് ആക്കി യൂസ് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഒരു ഐഡിയ പോകുന്നത്, ആ ബുക്ക് മാർക്ക് എന്നുള്ളൊരു ടേം അപ്പൊ കണക്ഷൻ കിട്ടുന്നത് അപ്പോഴാണ്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെയല്ല. ആ സമയത്ത് ആരും ഇതുപോലെ കസ്റ്റമൈസ്ഡ് സാധനങ്ങളൊന്നും ബുക്ക് മാർക്സ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല, എസ്പെഷ്യലി കേരളത്തില്. അപ്പൊ ഞാൻ കുറച്ചും കൂടി നെറ്റിലൊക്കെ നോക്കിയപ്പോൾ കൊള്ളാം, പുറത്തുള്ള കൺട്രീസിലൊക്കെ ആൾക്കാർ ഇത് ബൾക്കായിട്ടൊക്കെ പബ്ലിഷേഴ്സിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഫേസ്ബുക്കിൽ ഇട്ടപ്പം ആൾക്കാർ ഇതുപോലെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു കൗതുകം തോന്നി. അപ്പൊ BEd ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് പിൻട്രസ്റ്റിലും യൂട്യൂബിലും ഒക്കെ അത്യാവശ്യം വീഡിയോസ് ഒക്കെ കണ്ട് ഉണ്ടാക്കി തുടങ്ങിയതാണ്. ഒരിക്കലും ഇതൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ മെയിൻ ഇൻകം എന്നുള്ള രീതിയിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ടീച്ചർ ആവുക എന്നുള്ളത് തന്നെയായിരുന്നു ഉദ്ദേശം. പക്ഷെ ഇതൊരു സമയമായപ്പോഴേക്ക് എന്താ പറയണ്ടേ, ഈ ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റെടുത്തു തന്നെ പറയാം. ദൈവം സഹായിച്ച് നല്ല രീതിയിൽ അത് റീച്ചായി ആ പേജ്. അപ്പം അതിനുവേണ്ടി തന്നെ ഒരു പേജ് തുടങ്ങിയാലോ എന്നിങ്ങനെ ഇപ്പോഴെന്റെ ഹസ്ബൻഡ് ആയിരിക്കുന്ന ആള് അപ്പോൾ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തുടങ്ങി പേജ്. പിന്നെ ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിന്റെ ഇത് ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. ഞാനിങ്ങനെ 500 രൂപയോ അതിൽ കൂടുതലോ ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇടുകയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻ്റെ ബുക്ക് മാർക്കുകൾ വീട്ടിലെത്തിക്കും എന്നുള്ളത്. അപ്പം അത് ഭയങ്കര റെസ്പോൺസ് വന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. അതിലെനിക്ക് 50K പ്ലസ് പൈസ എനിക്ക് ഈ ഒരു പരിപാടി കൊണ്ട് എനിക്ക് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഇടാൻ പറ്റി. ആ സമയത്താണ് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എൻ്റെ പേജ് എത്തുന്നതും വർക്കിന്റെ കാര്യങ്ങൾ എത്തുന്നതും ഒക്കെ. പിന്നീട് അങ്ങോട്ട് നമുക്ക് മനസ്സിലായി തുടങ്ങി ഇതിന് ആവശ്യക്കാരുണ്ട്, അല്ലെങ്കിൽ ഈ കസ്റ്റം മെയ്ഡ് ബുക്ക് മാർക്സ് പോലുള്ള ഐറ്റംസിന് കുറച്ചുകൂടി സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമാണ് ഒരു ഇൻസ്റ്റാഗ്രാം പേജ്, ഒരു ഫേസ്ബുക്ക് പേജ് ഇതിന് സെപ്പറേറ്റ് ആയി തുടങ്ങുന്നത്. പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഈ പറയുന്ന പോലെ കുഞ്ഞു മക്കളെ വളർത്തുന്ന പോലെ നമ്മൾ വളർത്തിക്കൊണ്ട് വരികയാണ് ലിറ്റിൽ തിങ്സ് എന്നുള്ള നമ്മുടെ സംരംഭം. ലിറ്റിൽ തിങ്സിൽ ഇപ്പം ബുക്ക് മാർക്കുകളുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിപ്പം കലണ്ടേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട്. എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്? എത്രത്തോളം ഐറ്റംസ് ആണുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബുക്ക് മാർക്കുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഗ്രീറ്റിംഗ് കാർഡ്സ് ആയി, വെഡിങ് ഇൻവൈറ്റ്സ് ആയി, എല്ലാം കസ്റ്റമൈസ്ഡ് സാധനങ്ങളായിരുന്നു ചെയ്തു തുടങ്ങിയത്. പിന്നെ ഇതുപോലെ ഓരോ ഐറ്റംസ് ആയി കൂടി വന്നു. ഫ്രെയിംഡ് ഇല്ലുസ്ട്രേഷൻസ്, കാർട്ടൂൺ ഇല്ലുസ്ട്രേഷൻസ്, വാട്ടർ കളർ വെച്ചിട്ട് ചെയ്യുന്ന ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ആയി വന്നു. പിന്നെ കല്യാണത്തിന് ശേഷമാണ് വിവേക്, എൻ്റെ ഹസ്ബൻഡ് വിവി എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ വരച്ച്, ഇപ്പൊ നമ്മൾ ഒരാൾ പറഞ്ഞ് അവർക്ക് വരച്ചു കൊടുത്ത ആ വർക്ക് നമ്മളെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ അത് സ്കാൻ ചെയ്ത് വെക്കാനും അല്ലെങ്കിൽ അതിന്റെ തന്നെ മെർക്കൻഡൈസ് പ്രൊഡക്ട്സുകൾ നമ്മൾ വേറെ ഇറക്കേണ്ട ഒരു ഐഡിയ വരുന്നതും കുറച്ചും കൂടി നല്ല രീതിയിൽ വളരാൻ സഹായിച്ചത് വിവിയാണ് ഈ മൊത്തത്തിലുള്ള ഈ സംരംഭം. അപ്പൊ ഇപ്പൊ നമുക്ക് ഡയറീസ് ഉണ്ട്, കലണ്ടേഴ്സ് ഉണ്ട്, ജേർണൽസ് ഉണ്ട്, നോട്ട്ബുക്സ് ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് വരുന്നു. ഇപ്പം ഈ ചെയ്യുന്ന വർക്കിൽ ഏറ്റവും ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ചെയ്യുന്നത് ഏതാണ്? കലണ്ടറാണോ അല്ലെങ്കിൽ ബുക്ക് മാർക്കാണോ, എന്താണ്? അത് ഒരു വർക്ക് എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ ബുക്ക് മാർക്ക് തന്നെയാണ്. പക്ഷെ എന്റെ മീഡിയം വാട്ടർ കളറാണ്. വാട്ടർ കളർ വെച്ച് പൂക്കൾ വരക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്റെ പൂക്കൾ വരക്കുന്ന കാണാനാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ പേജ് ഫോളോ ചെയ്യുന്നവർക്കും ഏറ്റവും ഇഷ്ടം ഈ വാട്ടർ കളർ ഫ്ലോറൽസ് വരക്കുന്ന കാണാൻ വേണ്ടിയിട്ടാണ് തോന്നിയിട്ടുണ്ട്.
അതെ, ഞാൻ പറയാൻ വരുമായിരുന്നു. കാരണം എല്ലാ വാട്ടർ കളർ വെച്ച് ചെയ്തതിലൊക്കെ തന്നെയും ആ ഒരു ഒറിജിനാലിറ്റി ഒക്കെ പല പൂക്കളുടെയൊക്കെ, അത് പൂവാണ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ പൂക്കളുടെ കളർ നോക്കിയാണ് പലപ്പോഴും ചെയ്യാറുള്ളതെന്ന്. എങ്ങനെയാണ് പൂക്കളിലേക്കുള്ള ആ ഒരു യാത്രയ്ക്ക്? പൂക്കളെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും പൂക്കള് എനിക്ക് എന്ത് വര വരച്ചാലും എന്തൊരു വർക്ക് വന്നാലും അതിൽ എന്തേലും ഒരു പൂവ് ഞാൻ അതിൽ ആഡ് ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ വർക്കിൽ പൂവ് വരും. അപ്പൊ ആൾക്കാർ വന്ന് പറയാം ആദ്യം അതിന്റെ ഫ്ലോറൽസ് എവിടെയെങ്കിലും ഒന്ന് ആഡ് ചെയ്യണേ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും ഒന്ന് ആഡ് ചെയ്യണേ, ഇഷ്ടമാന്നൊക്കെ പറയും. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഇഷ്ടമാണ് പൂക്കള്. ഞാനിപ്പോ നമ്മളിവിടെ യാത്ര പോകുന്നതിനെ പറ്റിയല്ല, നമ്മള് പറമ്പിലോ തൊടിയിലോ മുറ്റത്തോ ഒക്കെ കാണുന്ന പൂക്കളാണെങ്കിൽ പോലും അതിന്റെ കളർ കോമ്പിനേഷൻസ്, അതിന്റെ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പണ്ട് മുതലേ ശ്രദ്ധിക്കാറുണ്ട്. ലൈക്ക് എന്റെ അമ്മ അതുപോലെയാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കര സന്തോഷവും കൗതുകവും കണ്ടെത്തുന്ന ഒരാളാണ് അമ്മ. അപ്പൊ അതിന്റെ ഒരു പകുതി അംശം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ നമ്മൾ അപ്പം ആലോചിക്കും അതിന്റെ ഒരു കളർ കോമ്പിനേഷനെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ വരക്കുന്നത് ആലോചിക്കും, ഇതും മിക്സ് ചെയ്താൽ ഇതുപോലെ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അടുത്ത വർക്കിന് വേണ്ടി ഈ ഒരു കോമ്പിനേഷൻ ചെയ്തു നോക്കാം. അപ്പൊ ഒബ്സർവേഷൻ എന്നുള്ള ഒരു സാധനം ഉണ്ട്. അത് എസ്പെഷ്യലി ചെടികളും പൂക്കളും ഒക്കെ നല്ലോണം നിരീക്ഷിക്കാറുണ്ട് ഞാൻ. ഏത് വർക്ക് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് തോന്നാറുള്ളത്? ഏത് ക്രാഫ്റ്റാണ്? അതിപ്പം ഡയറിയൊക്കെയാണ്, ജേണലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജേണലൊക്കെ തുറക്കുമ്പോൾ ഒക്കെ അതിൽ ഒരുപാട് വർക്കുണ്ട്. അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നതും ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ളതും? സമയമെടുക്കുന്നത് നമ്മൾ കസ്റ്റമൈസ്ഡ് വർക്ക്സിനൊക്കെ സമയമെടുക്കും. പ്രത്യേകിച്ച് ഈ കാർട്ടൂൺ ഇല്ലുസ്ട്രേഷൻ വരുന്ന സമയത്ത്, അതായത് ഫിഗർ ഇല്ലുസ്ട്രേഷൻസ് വരുമ്പോൾ ഞാൻ എപ്പോഴും ക്ലയൻസിനോട് പറയും, ഞാൻ റിസംബ്ലൻസസ് വെച്ച് വരക്കുന്ന ആളല്ല. ഞാൻ റിസംബ്ലൻസസ് ഇല്ലാതെ കാർട്ടൂണിഫൈഡ് ആയിട്ടാണ് വരയ്ക്കുക. ചിലപ്പോൾ റിസംബ്ലൻസസ് വേണ്ട ആൾക്കാരായിരിക്കും വരിക. അപ്പൊ ആദ്യമേ നമ്മളത് പറയും. അപ്പം അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ പാനിക് ആവും. അപ്പൊ തന്നെ ഞാൻ പറയാറുണ്ട് ഞാൻ കാർട്ടൂണിഫൈഡ് ആണ് വരക്കാറെന്നുള്ളത്. ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിൽ അങ്ങനെ ഇല്ല. ചിലപ്പം റഷ് ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ, എമർജൻസി ഓർഡേഴ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ് സ്ട്രെയിനും വരും. പിന്നെ ഈ പറഞ്ഞ പോലെ റീഡിംഗ് ജേർണൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്തത് കംപ്ലീറ്റ്ലി നീവി ആണ് പ്രിപ്പയർ ചെയ്തത്, ഹസ്ബൻഡാണ്. അപ്പൊ അതൊക്കെ മാസങ്ങളോളമുള്ള റിസർച്ചും പഠനത്തിന്റെയും ഫലമായിട്ടാണ് അത് ഇറങ്ങിയിട്ടുള്ളത്. അത് നമ്മുടെ കറന്റ്ലി ബെസ്റ്റ് സെല്ലറാണ് നമ്മുടെ റീഡിംഗ് ജേർണൽ ബുക്ക് മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആതിര ഓൺലൈൻ എന്നൊരു മേഖല അത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ഒരാളാണ്. മാർക്കറ്റിംഗ് അടക്കമുള്ള എല്ലാ സാധ്യതകളുമാണ് നമുക്ക് ഓൺലൈൻ എന്നുള്ളൊരു മേഖല തുറന്നിടുന്നത്. കൃത്യമായൊരു പഠനമടക്കം ആതിര ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്ങനെയായിരുന്നു ഈ ഓൺലൈൻ എന്നുള്ളൊരു മേഖലയിലേക്ക് അത് പര്യവേഷണം ചെയ്യാൻ തീരുമാനിച്ചത്? ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങിയത് തന്നെ നമ്മളിപ്പോ ഫേസ്ബുക്കിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. അപ്പം അവിടുന്ന് തന്നെയാ തുടങ്ങിയത്. ഇപ്പോഴും യാത്ര അതിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടുത്തെ ഓഡിയൻസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിലും എല്ലാം ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ഓൺലൈനുമായിട്ട് എൻ്റെ പേജ് എന്ന് പറയുന്നത്. ഇപ്പൊ കറന്റ്ലി നോക്കുവാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെയാണ്. അപ്പം ഇത് നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ പരിപാടി പഠിച്ച് കളത്തിലേക്ക് ഇറങ്ങി പയറ്റി തുടങ്ങണം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇറങ്ങി ഇപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരു സ്ഥലത്ത് ഒരു ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ വരുന്ന പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരെ ഡീൽ ചെയ്യേണ്ടത് എന്നൊക്കെ. അതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ. അതിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരുപാട് ഓർഡേഴ്സൊക്കെ വരുമ്പോൾ അതൊരു സ്ട്രെസ്സായിട്ടൊക്കെ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങ് മാനേജ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ പാക്കിങ്ങിലെ ഭംഗി അത് പറയാതിരിക്കാൻ പറ്റില്ല. മുട്ടായിയൊക്കെ വെച്ചിട്ടുള്ള അതെങ്ങനെയാണ് അത് എല്ലാ പാക്കിങ്ങിലും ശ്രദ്ധിക്കാൻ സാധിക്കുന്നത്? ഈ പറഞ്ഞ പോലെ വരക്കുന്ന കാര്യം പറയുന്ന പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് പാക്ക് ചെയ്യാന്നുള്ളത്. സമയമുള്ള സമയമാണെങ്കിൽ എന്താ പറയണ്ടേ, നല്ല ഫ്രീ ആയിട്ട് അവിടെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ മാക്സിമം എന്റെ എഫേർട്ട് അതിലേക്ക് ഇടും. ഞാൻ ചിലപ്പോൾ വർക്കിനേക്കാൾ എഫേർട്ട് പാക്കേജിന് ഇടും. ചിലപ്പോൾ തിരക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അത്ര പറ്റിയില്ല എന്ന് വരും. പക്ഷെ ഐ ലവ് പാക്കിങ്. നല്ല രീതിയിൽ ഞാൻ പാക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്തൊക്കെ ആഡ് ചെയ്ത് അടിപൊളിയായി സമ്മാനപ്പൊതി ആക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഞാൻ ആൾക്കാരുടെ റെസ്പോൺസ് നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു പാക്കേജ് കിട്ടുമ്പോൾ അവർ അതിന്റെ പൊതി പോലും കളയാതെ വെക്കുക, റിബൺ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റിക്കറൊക്കെ ജേർണലിങ്ങിന് ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പം അത് അവര് ഭയങ്കര പ്രഷ്യസ് ആയി കൊണ്ട് നടക്കുന്നതാണോ നമുക്ക് മുന്നോട്ടും അത് എങ്ങനെ നന്നാക്കാം എന്നുള്ളതാണല്ലോ നമ്മൾ കൂടുതൽ നോക്കുക. അങ്ങനെയാണ് ഇത്. അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര, ഞാൻ ഒരുപാട് കമന്റ്സ് ഉണ്ട് അതിലൊക്കെ അത് ഇട്ടിരിക്കുന്ന, അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ? അതെ അതെ, തീർച്ചയായും ആൾക്കാരുടെ റെസ്പോൺസ് ആണ് നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഓരോ വർക്ക് അയച്ച് ഫീഡ്ബാക്ക് കിട്ടുമ്പോഴും ഓരോ വർക്കിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോഴും അവർക്ക് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ്, കൗതുകം, വളരെ പൊളൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഓണസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്ലൈസ്, ഫീഡ്ബാക്ക്, ഇതൊക്കെ തന്നെയാണ് ഇന്ധനം മെയിൻ ആയിട്ടുള്ള. ഈ ഓൺലൈൻ വിൽപ്പനയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഒരു സെല്ലർ എന്ന നിലയിലൊക്കെ ഒരുപാട് റിസ്ക് ഉള്ളതാണ്. കബളിപ്പിക്കലടക്കമുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെയൊന്നും ആയിരിക്കില്ല. അപ്പം അങ്ങനത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ആ റിസ്ക് ഫാക്ടറിനെയൊക്കെ നേരിടുന്നത്?
ഇതുവരെ ദൈവം സഹായിച്ച് വലിയ റിസ്കുകളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഒരു സമയത്ത് എല്ലാ സ്മോൾ ബിസിനസ് ഓണേഴ്സിനും വരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഈ ജിപേയില് പെയ്ഡ് എന്നുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കുന്ന ഒരു പരിപാടി. അങ്ങനെയുള്ള കുറച്ച് കളത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ മനസ്സിലായി തുടങ്ങി അത് ഫ്രോഡ് പരിപാടിയാണെന്നുള്ളത് മനസ്സിലാവും. അല്ലാണ്ട് വലിയ രീതിയിൽ പറയാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ചില ആൾക്കാർ ഭയങ്കര ആഗ്രഹത്തോടു കൂടി വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തോട് വരും, പക്ഷെ പൈസ ഉണ്ടാവില്ല അവർക്ക്. അപ്പം നമ്മൾ സംസാരിച്ച് അതിങ്ങനെ ഈ പറയുന്ന പോലെ ഇൻസ്റ്റാൾമെന്റ് സ്കീം ആയാലും നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. കാരണം അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും ഇത് വാങ്ങിക്കാൻ. പക്ഷെ ജെന്യൂൻ ആയിട്ട് ആ സമയത്ത് ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ ഇല്ലാത്തവർക്ക് നമ്മൾ അങ്ങനെയും ചെയ്തു കൊടുക്കാറുണ്ട് നമ്മള്. ഈ മേഖലയിൽ എത്തിയപ്പോൾ ഒരുപാട് പിന്തുണ ഈ കർഷകരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന, അതുപോലെ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ തന്നെ ആ ഒരു പിന്തുണ തന്നെയാണ് ഒരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ ഈ ഒരു ഫീൽഡിൽ, ഈ ക്രാഫ്റ്റിൻ്റെ മേഖലയിൽ എത്തിയപ്പം ഉണ്ടായത് എന്താണ്? ഏകദേശം എല്ലാ ഫീഡ്ബാക്കുകളും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഉത്സവം പോലെയാണ്. നമുക്ക് ഒരു അവരുടെ വോയിസ് നോട്ട് വരുന്നത് കാത്തു നിൽക്കും നമ്മള്. ചില ആൾക്കാരെന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയണ്ടേ, നമ്മൾ അവരെ കണ്ട് പഠിക്കണം എന്നുള്ള രീതിയിൽ അവരത്ര ഇലാബറേറ്റ് ചെയ്ത് പറയും ഓരോ കാര്യങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജൂട്ട് ത്രെഡിനെ വരെ എടുത്ത് അതിനെ ഭയങ്കരമാക്കി പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആൾക്കാരുടെ വോയിസ്, ആ സന്തോഷം, ഇല്ലെങ്കിൽ വീട്ടിൽ കുഞ്ഞുമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ റിയാക്ഷൻസ് അയച്ചു തരുന്നത്, ഇതൊക്കെ ഭയങ്കര പ്രഷ്യസ് ആണ് നമുക്ക് എപ്പോഴും. അപ്പൊ ഓരോ ഫീഡ്ബാക്കും ഇതുപോലെ സെലിബ്രേഷൻ തന്നെയാണ് നമുക്ക്. ഈ റോ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ കളക്ട് ചെയ്യുന്നത്? കാരണം ഒരുപാട് ഐറ്റംസ് വേണ്ടതാണ്, ചെറിയൊരു പൊട്ട് തൊട്ട് പൊടി വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ അതുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ അങ്ങനെ എങ്ങനെയാണത്? നമ്മളിപ്പം ഞാൻ വരക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ കളർ മീഡിയത്തിന് വാട്ടർ കളേഴ്സും ഇതുമൊക്കെ നമ്മൾ ഓൺലൈൻ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്, പേപ്പറും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇത് ജേർണൽസും പ്ലാനേഴ്സും ഒക്കെ ഡിസൈൻ ചെയ്ത് നമ്മൾ ബൾക്കായിട്ട് പ്രസ്സിൽ കൊടുത്ത് എടുക്കുന്നതാണ്, ബുക്കും ഐറ്റംസും ഒക്കെ. പിന്നെ വേറെ റോ മെറ്റീരിയൽസ് ഈ പറയുന്ന പോലെ മാംഗോ ബൈറ്റ്, ഈ പറയുന്ന പോലെ റിബൺസ്, റാപ്പിംഗ് പേപ്പേഴ്സ്, ഇതൊക്കെ ഓൺലൈൻ തന്നെയാണ് ചെയ്യുന്നത്, വാങ്ങിക്കുന്നത്. ഈ മേഖലയിൽ ഈ തുടരാൻ തന്നെ പ്രചോദനമാകുന്നത് ഈ അഭിനന്ദനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെയല്ലേ? ഈ ചെയ്യുമ്പോഴുള്ള ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ അത് എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? അത് തന്നെയാണ് ശരിയാണ് പറഞ്ഞത്. കാരണം ഓരോ വർക്ക് കൊടുക്കുമ്പോഴും അതിനകത്ത് കിട്ടുന്ന ഫീഡ്ബാക്ക് ആണ് അടുത്ത വർക്ക് നന്നാക്കാൻ അല്ലെങ്കിൽ അടുത്ത വർക്കിന് ഇരിക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത്. ഇതിപ്പം പറയുമ്പോൾ നമ്മൾ സിമ്പിളായി പറയെങ്കിലും ഒന്ന് വരക്കാൻ ഇരിക്കണമെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളെ മൂഡ് ശരിയായിരിക്കണം, നമ്മളെ മൈൻഡ് ശരിയായിരിക്കണം, നമ്മൾ പോസിറ്റീവ് ആയിരിക്കണം. ഈവൻ നമ്മൾ ചെയ്യുന്ന വർക്കിൽ അതൊക്കെ, പ്രത്യേകിച്ച് വാട്ടർ കളർ ചെയ്യുമ്പോൾ അതൊക്കെ റിഫ്ലക്ട് ചെയ്യും. അപ്പം നമ്മൾ ഓക്കെ ആയിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ എന്താ പറയണ്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അത് പകുതിയും ക്ലയൻസ് തന്നെ മാനേജ് ചെയ്യുന്നുണ്ട് അവരുടെ ഫീഡ്ബാക്ക് കൊണ്ട്. അതുപോലെ തന്നെ ഈ തിരക്കുകൾക്കിടയിലൊക്കെ എങ്ങനെയാണ് ഈ ക്രിയേറ്റീവ് ആകാൻ? കാരണം ഈ ഒരു മേഖലയാണ്, ക്രാഫ്റ്റിൻ്റെ മേഖലയാണ്. നമുക്ക് ഒന്നും, അല്ലെങ്കിൽ ഇപ്പം രാവിലെ വരുന്നു, ജോലി ചെയ്യുന്നു, പോകുന്നു, അങ്ങനെയൊന്നും പറ്റുന്ന കാര്യമല്ല, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തന്നെ നമ്മൾ അത്ര ഹാപ്പി ആണെങ്കിൽ മാത്രമേ ഈ ഒരു വർക്ക് നടക്കുകയുള്ളൂ. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ക്രിയേറ്റീവ് ആവുന്നത്? ക്രിയേറ്റീവ് ആവുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള തിരക്ക് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ 2020 ഞാൻ ഈ പറഞ്ഞ പോലെ BEd കഴിഞ്ഞു, ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ടൈം ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തീരുമാനം എടുക്കുന്നതിന് ശേഷമാണ്. അപ്പൊ പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഇത് തന്നെയാണല്ലോ. അപ്പൊ ടീച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. പിന്നെ ഓൺലൈൻ ടീച്ചിങ് നടക്കുന്നുണ്ട്, ഇപ്പം നമ്മുടെ ആർട്ടിന്റെ ടീച്ചിങ് നടക്കുന്നുണ്ട്. അല്ലാണ്ട് എൻ്റെ ഫുൾ എന്താ പറയണ്ടേ, എൻ്റെ മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇതിലായതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അധികം വരാറില്ല. പിന്നെ എന്തെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മൈൻഡ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാഗ് ഉണ്ടാവാറുള്ളൂ. ഈ ക്രാഫ്റ്റിലേക്കൊക്കെ തിരിഞ്ഞപ്പോൾ ഈ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു കാണും, കളിയാക്കലും ഒക്കെ. അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് നേരിട്ടിരുന്നത്? അങ്ങനെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു? ശ്രമങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും എനിക്ക്, കാരണം ഈ ജോലിയൊക്കെ രാജിവെച്ചിട്ട് പെട്ടെന്ന്, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിന്ന് പെട്ടെന്നല്ലേ മാറിയിരിക്കുന്നത്. അപ്പം അതെ തീർച്ചയായും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരേണ്ടത് ആദ്യമായിട്ട് വീട്ടിൽ നിന്നായിരിക്കണല്ലോ വരേണ്ടത്. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഞാൻ പോലും വിചാരിക്കാണ്ട് ഞാൻ ഇത് പറഞ്ഞപ്പോ എന്റെ അമ്മയും അച്ഛനും പറഞ്ഞത്, നിനക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്ത് നിനക്ക് വരുമാനം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് അവര് പറഞ്ഞത്. അത് തന്നെയായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു എന്താ പറയണ്ടേ കയറ്റം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡിന്റെ വീട്ടുകാരാണെങ്കിലും എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. എൻ്റെ എന്ത് ഈ പറഞ്ഞ കിടുപിടി പരിപാടിക്കാണെങ്കിലും കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ചുറ്റുമുള്ളത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല.
ഈ നമ്മളാണെങ്കിൽ ഈ ക്രാഫ്റ്റിലേക്കൊക്കെ എത്തുമ്പം നമുക്ക് പ്രധാനമായിട്ടും സ്ത്രീകളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പലരും കല്യാണത്തിന് ശേഷമൊക്കെ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള വർക്ക് ചെയ്യുന്നവരുണ്ട്. ചില ആളുകളൊക്കെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പിന്നെ സമയമില്ല എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, ആ കാര്യം പറഞ്ഞാണ് പലരും പല കാര്യങ്ങളും കയ്യിലുള്ള പല ചെറിയ 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 മാർഗങ്ങളൊക്കെ തന്നെയും അങ്ങനെ വേണ്ട എന്ന് വെക്കുന്നത്. ശരിക്കും നമുക്ക് പിന്നീടും ഒരു ലൈഫ് അല്ലെങ്കിൽ അതിന് ശേഷവും ഉണ്ട്, അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയല്ലേ അനിവാര്യം? തീർച്ചയായും. ഞാനിപ്പോ വർക്ക്ഷോപ്സ് ഒക്കെ എടുക്കാൻ വേണ്ടി ഭൂരിഭാഗം വർക്ക്ഷോപ്സും കോളേജസിലുണ്ടാവുക. അപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഒരൊറ്റൊരു വര മുന്നിൽ കണ്ട് അതിനൊപ്പം പോവാതെ ചിലപ്പം ആ ഒഴുക്കിനനുസരിച്ച് നീന്തുന്ന സമയത്ത് നമ്മളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഇത് തന്നെയാണോ നമ്മുടെ മെയിൻ പരിപാടിയായിട്ട് വേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും ആൾക്കാർക്ക്. ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ജോലിക്ക് കയറുന്നവരുണ്ടാവും, ധൈര്യം ഉണ്ടാവില്ല ഇതുപോലെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിക്ക്. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, നമ്മൾ എപ്പോഴാണോ അത് മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മൾ കളത്തിൽ ഇറങ്ങി പരിപാടി തുടങ്ങണം. അതിൽ റിസ്ക് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, അടികൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ കളത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് ഈ പരിപാടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ പറ്റി വേറെ ആരും പറഞ്ഞ് നാട്ടുകാരെ അറിയില്ല, നമ്മൾ തന്നെ പറയണം, നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. ആദ്യം ഇപ്പോൾ പറഞ്ഞ പോലെ വീട്ടിൽ നിന്നുള്ളൊരു പിന്തുണയൊക്കെ ലഭിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ആ പിന്തുണയൊക്കെ, അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടും നമ്മൾ കാണുന്നതാണ്, ക്രാഫ്റ്റിലൊക്കെ തന്നെയും കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ പേജും കാര്യങ്ങളൊക്കെ. എങ്ങനെയാണ് ഈ പറയുന്ന പോലെ എൻ്റെ ഒരു മെയിൻ സപ്പോർട്ട് സിസ്റ്റം ആണ് വിവേക് എന്ന പേര്, ഞാൻ വിവിന്ന് വിളിക്കാതെ ഞാൻ വിവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താ പറയണ്ടേ, എനിക്കിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് പൊതുവേ വരുന്ന മടികളൊക്കെ മാറ്റുന്ന ആളാണത്. അപ്പം എൻ്റെ അമ്മയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഓഡിയൻസ് എന്ന് പറയുന്നത്. ഓരോ കുഞ്ഞു വരകൾ കാണിക്കുമ്പോഴും അമ്മേന്റെ കണ്ണിലുണ്ടാകുന്ന ഒരു കൗതുകം, ജീവനുള്ള ആൾക്കാരെ കാണുന്ന പോലെ അമ്മ അതിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ അതിന്റെ കണ്ണ് അയ്യോ എന്ത് രസം ആദ്യം വരച്ചിട്ട് കാണാന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ലെവല് ഒട്ടും തെറ്റാതെ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ ഒരു കുറവും വരുത്താതെ വിവി അതുപോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ എല്ലാ വരകൾക്കും ആ എക്സൈറ്റ്മെന്റ് ആൾ കാണിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പിന്നെയും വരക്കാൻ പറ്റുന്നത്. പിന്നെ വിവിക്കാണെങ്കിലും വേറൊരു പേജ് ഉണ്ട്, ബാർഡ് ഓഫ് സ്മോൾ തിങ്സ് പറഞ്ഞിട്ട്. ആളുടെ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, റീഡിംഗ് ജേർണലും പ്ലാനറും ഒക്കെ ആളുടെ എന്താ പറയുക ബ്രെയിൻ ചൈൽഡ് ആണ്. അപ്പൊ അതിനു വേണ്ടി ഇല്ലസ്ട്രേഷൻസ് വരക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഞാൻ വരക്കുന്നത് വെച്ചിട്ട് വിവി ബാക്കി വർക്ക് പൂർത്തിയാക്കുന്നതാണെങ്കിലും. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള കോർഡിനേഷൻ ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ മുന്നോട്ട് പോകുന്നത് ഇതുപോലെ. അപ്പം ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ടാണ്. നമ്മളിപ്പം പുതിയതായിട്ടൊരു പേജ് തുടങ്ങി, ആദ്യൻ ബാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ രണ്ടാളുടെയും പ്രോഡക്ട്സ് അതിൽ കാണാൻ പറ്റും. അങ്ങനെ ഈ പറയുന്ന പോലെ വളർന്നു വരികയാണ് ഒരുമിച്ച്. ഈ ലിറ്റിൽ തിങ്സ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഈ ഫിസിക്കൽ സ്റ്റോറിലേക്കൊക്കെ പോകുമോ? എന്താണ് അതിൽ താല്പര്യമുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായും നമ്മൾ ഈ പറയുന്ന പോലെ തുടങ്ങും. ഈ ഒരു ഐഡിയ വരുന്നതിന് മുമ്പേ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയും, നമുക്കൊരു ആർട്ട് കഫേ ഇടണം അല്ലെങ്കിൽ ആർട്ട് സ്റ്റുഡിയോ ഇടണം എന്നൊക്കെ പറയും, ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ. ഇപ്പൊ അതിന്റെ ഒരു എന്താ പറയട്ടെ ആരംഭഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഉടനെ കോട്ടയത്തൊരു സ്റ്റോർ നമ്മൾ തുറക്കും. എന്താ പറയണ്ടേ, നമ്മുടെ ഒരു വലിയൊരു സ്വപ്നമാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഇങ്ങനെ തുടങ്ങിയിട്ടിട്ടുണ്ട്, മുന്നോട്ട് നോക്കണം. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും കുറേ ക്രാഫ്റ്റിൻ്റെ ചാനലുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവരോട് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ഇങ്ങനെ ക്രാഫ്റ്റിലേക്കൊക്കെ തിരിയാൻ ആഗ്രഹമുള്ളവരോട്, പ്രത്യേകിച്ച് ആളുകളൊക്കെ കുറേ ആളുകളൊക്കെ കളിയാക്കുന്നുണ്ട്. ഇപ്പം കുടുംബത്തിൽ നിന്നാണെങ്കിലും എന്തൊക്കെയോ വെട്ടി ചുരുക്കുന്നു അങ്ങനെ എപ്പോഴും പറയുന്നത് ക്രാഫ്റ്റ് ചെയ്യുന്നവർ. അപ്പം അവരോടൊക്കെ എന്താ പറയുക? ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു കുപ്പി ആർട്ടൊക്കെ ഭയങ്കര വൈറലായിരുന്ന സമയത്ത്. അപ്പം എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? ഇതൊരു വരുമാന മാർഗമാക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കരിയർ തന്നെ ആക്കിയെടുക്കാൻ സാധിക്കുന്ന വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ്. അതെ, തീർച്ചയായും. അവരോടൊക്കെ പറയാനുള്ളത്, അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി കാണണം. പക്ഷെ ഭൂരിഭാഗം കുട്ടികൾക്കും പേടിയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് എന്തായിരിക്കും. ചിലപ്പം വീട്ടിൽ നിന്ന് ഒട്ടും സപ്പോർട്ട് കിട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും, ഞാൻ കാണാറുണ്ട് ചില റീൽസ് ഒക്കെ. പക്ഷെ ഇപ്പം കമ്പാരിറ്റീവ്ലി എല്ലാവരും ധൈര്യപൂർവ്വം ഇതിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം തുറന്നാല്. അപ്പൊ അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പരിപാടിക്ക് മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യുണീക്ക് സെല്ലിംഗ് പോയിന്റ് USP ഉണ്ട് എന്നുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് നിങ്ങൾക്ക്, അതിൽ സംശയമൊന്നുമില്ല. ഏതായാലും വളരെ സന്തോഷമുണ്ട് അതിര, മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, ആഗ്രഹങ്ങളൊക്കെ തന്നെയും സഫലമാകട്ടെ. രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.